ഹലോ, അപ്പോൾ ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് ഞാനുള്ളത്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. എൻ്റെ കൂടെയുള്ളത് രണ്ട് മിടുക്കന്മാരാണ്. 2022-23 നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ ഉണ്ടായിരുന്ന രണ്ട് സ്റ്റുഡൻസ് ആണ്, മുഹമ്മദ് ഷഹൽ ആൻഡ് റയാൻ അഹമ്മദ്. രണ്ടാളുകളും ഇത്തവണത്തെ JEE മെയിൻ പരീക്ഷ സെഷൻ 1 നല്ല പെർസെൻറ്റേജ് വാങ്ങിയിരിക്കുകയാണ്. ഷഹൽ 99.25%, അതേപോലെ തന്നെ റയാൻ 98.22% വാങ്ങി. പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇവർ റിപ്പീറ്റേഴ്സ് അല്ല, അതല്ലെങ്കിൽ ഇവർ ഒരു വർഷം എക്സ്ട്രാ സ്പെൻഡ് ചെയ്ത ആളുകളല്ല. ഇവർ 12th കൂടെ സെഷൻ 1 ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വാങ്ങിയിട്ടുള്ള രണ്ട് ആളുകളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ വിശേഷങ്ങളിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ എവിടെയാണ് രണ്ടാളും? സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് അല്ലേ? രണ്ടാളും ഒരുമിച്ച് അവിടെ നിന്നാണോ നിങ്ങൾ പരിചയപ്പെടുന്നത്? രണ്ടാളും ഒരേ ബാച്ചിലാണ് പഠിക്കുന്നത്. യെസ്, രണ്ടാളും സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെ സ്ട്രാറ്റജി? ഇത്ര നല്ല പെർസെൻറ്റേജിൽ +1 +2 കൂടെ തന്നെ വാങ്ങാനുള്ള ഒരു സ്ട്രാറ്റജി, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്തായിരുന്നു? എന്താന്ന് പറയുമ്പോൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അന്നെടുത്ത് മൊത്തം റിവൈസ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ടൈം ക്വസ്റ്റ്യൻസ് ചെയ്യാണ്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അന്ന് തന്നെ റിവൈസ് ചെയ്യാന്ന് പറഞ്ഞ പുസ്തകങ്ങളും ഒക്കെ ഒന്നുകൂടി വായിക്കും. അപ്പൊ ഡെയിലി ഓൺ എ ബേസിസ് ഈ റിവിഷനും ഈ ഒരു ക്വസ്റ്റ്യൻ അന്നത്തെ ക്വസ്റ്റ്യൻസ് അന്ന് തന്നെ ചെയ്യുമായിരുന്നു. എന്താണ് റയാൻ ചെയ്തിരുന്നത്? ഞാനും അതുപോലെ തന്നെ അന്ന് ക്ലാസ് എടുത്ത് തന്നെ അന്ന് തന്നെ റിവൈസ് ചെയ്യുന്നു. പിന്നെ രാത്രി ആകുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടാളും ഫൗണ്ടേഷനിലൂടെ കടന്നു വന്ന സ്റ്റുഡൻസ് ആണ്. ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് വാസ് ഇറ്റ്? നിങ്ങൾക്ക് കിട്ടിയ ഒരു ഫൗണ്ടേഷൻ എന്നുള്ളത് നിങ്ങളുടെ JEE ജേർണലിൽ എത്രത്തോളം രണ്ടാളുകൾക്ക് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്? ഞാൻ ആദ്യം ചെറുപ്പത്തിലേക്ക് തീരെ പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ആകെ മാത്സ് മാത്രമേ അറിയുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം ഫിസിക്സും കെമിസ്ട്രി ഇപ്പോഴും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും മാത്സും ഫിസിക്സും അത്യാവശ്യം നല്ല ബേസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആയിട്ടുണ്ട് JEEക്ക്. യെസ്, ഓക്കെ. എന്താണ് റയാന് പറയാനുള്ളത്? എനിക്കും മുമ്പ് സയൻസിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പിന്നെ മാത്സിനോട് താല്പര്യം കൂടി വന്നിരുന്നു. അതുകൊണ്ടാണ് JEE തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ നിങ്ങൾ 10th നിങ്ങൾക്കിത് ഇപ്പോൾ ഫൗണ്ടേഷനൊക്കെ പോകുന്ന സ്റ്റുഡൻസിനുള്ള ഒരു അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാൽ, നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സെൻറ്റേഴ്സിലോട്ടുള്ള എക്സാമും അതേപോലെ മറ്റ് സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ എഴുതാനും നല്ല സ്കോളർഷിപ്പ് കിട്ടാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. എന്തായിരുന്നു നിങ്ങളുടെ ഒരു കേസിലുണ്ടായിരുന്നത്? ഞാൻ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഴുതി. ബ്രില്യൻറ്റിൻ്റെ എഴുതി, യൂണിവേഴ്സിറ്റിൻ്റെ എഴുതി, സൈലത്തിൻ്റെ എഴുതി. എല്ലായിടത്തും സ്കോളർഷിപ്സ് കാര്യങ്ങളൊക്കെ കിട്ടി. ഓക്കെ. പിന്നെ ഞാൻ ആദ്യം ഇൻറ്റിഗ്രേറ്റഡ് വരണം എന്നുള്ള താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ ഏത് ചൂസ് ചെയ്യാനുള്ള എടുത്തിട്ടില്ല. പിന്നെ വീടിൻ്റെ അടുത്ത് പരിസരത്തുള്ള ഏതെങ്കിലും ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിൽ കയറാൻ വിചാരിച്ചു. അങ്ങനെ പാല പറയുമ്പോൾ കുറച്ച് ദൂരമായിരുന്നു. ആദ്യം അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. പിന്നെ ഫാമിലി പറഞ്ഞു എടുത്തായിരിക്കും പിന്നെ സുഖം എന്ന രീതിയിൽ പിന്നെ സൈലമായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് 11th ഇന്റഗ്രേറ്റഡ് സ്കൂളിലോട്ട് പോകുമ്പോഴേക്ക് എത്ര സ്കോളർഷിപ്സ് നിങ്ങൾക്ക് കിട്ടിയിരുന്നു? 60% സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. എനിക്ക് 40% സ്കോളർഷിപ്പ്. അപ്പോൾ നമുക്കൊരു ഫൗണ്ടേഷനിലൂടെ പഠിച്ചു വന്നുകൊണ്ട് നിങ്ങൾക്ക് ആ എക്സാംസ് ഒക്കെ ബെറ്റർ ക്രാക്ക് ചെയ്യാനും ബെറ്റർ വാല്യൂ ചെയ്യാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. റൈറ്റ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റ് സ്ട്രോങ് പോയിന്റ് ഉണ്ടാവുമല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്? ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഏതായിരുന്നു? ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റിനെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്തത്? റിയാൻ പറഞ്ഞു കൊടുക്കാം. എനിക്ക് ആദ്യം മുതലേ മാത്സ് ആയിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം അതിൽ എനിക്ക് സ്കോർ ചെയ്യാനും പറ്റുമായിരുന്നു. പിന്നെ ആദ്യം ഫിസിക്സും കെമിസ്ട്രിയും ആദ്യം ഓൾമോസ്റ്റ് സെയിം ലെവലായിരുന്നു. പിന്നെ +1 +2 ഒക്കെ പഠിച്ച സമയത്ത് പിന്നെ കെമിസ്ട്രി കുറച്ചുകൂടി വീക്ക് പോയിന്റ് ആയി തുടങ്ങി. എന്താ കെമിസ്ട്രി എങ്ങനെ പിന്നെ ഓവർകം ചെയ്ത് വീക്ക് പോയിന്റ് ആകുന്നതിന്? നല്ല പെർസെന്റേജ് വേണ്ട കെമിസ്ട്രി. എനിക്ക് ഫിസിക്കൽ കെമിസ്ട്രിയും ഇനോർഗാനിക് കെമിസ്ട്രിയും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു കുറച്ചുകൂടി കുഴപ്പമായി വരുന്നത്. അത് പിന്നെ ക്ലാസ് കണ്ടും പിന്നെ ടീച്ചർമാരോട് ഡൗട്ട് ചോദിച്ചു അത്യാവശ്യം ക്ലിയർ ആയി തുടങ്ങി. നെഗ്ലക്ട് ചെയ്തില്ല. ഫിസിക്സ് മാത്സാണ് ഏറ്റവും ഇഷ്ടം. ഫിസിക്സും അത്യാവശ്യം നല്ലതായിട്ട് ചെയ്യുന്നു. കെമിസ്ട്രി സ്ഥിരമായിട്ട് റിവൈസ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് എത്തിച്ചു ഏകദേശം. കെമിസ്ട്രി ആയിരുന്നു പ്രശ്നം. റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാറുള്ളത്? റിവിഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണോ, ടെസ്റ്റുകൾ ചെയ്യാനാണോ, അത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻസ് PYQ ബുക്ക് എടുത്തിട്ട് ഓരോ ലെസന് ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ മാത്രം ചെയ്ത്
അങ്ങനെ ഓരോ ലെസൺ തീർക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പല കുട്ടികളും പ്രശ്നമാണ് 12th കഴിഞ്ഞിട്ട് 12th എത്തുമ്പോൾ +1 കാര്യങ്ങൾ എങ്ങനെ പഠിക്കും എന്നുള്ളത് അല്ലേ, ഒരു സമയം ഉണ്ടാവുമോ, ഇങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തിരുന്നു? ഇവിടെ പ്ലസ് ടുവിൻ്റെ ഓരോ ലെസൺ ചെയ്യുമ്പോൾ ഓരോ എക്സാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ +1 ഓരോ ലെസൺ മിക്സ് ചെയ്തിട്ട് എക്സാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ റിവിഷൻ അങ്ങനെ നടക്കും. അപ്പോൾ ഓരോ ലെസൺ വെച്ച് റിവൈസ് ചെയ്താൽ മതി, എന്നാലും ആ ഒരു കംപ്ലീറ്റ് ത്രൂ ഔട്ട് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഭാഗമായിട്ട് നടക്കും. രണ്ടാൾക്കും അങ്ങനെ തന്നെ, അതുകൊണ്ട് അത് ഹെൽപ്ഫുൾ ആയിരുന്നു. എന്താണ് ഇപ്പോൾ അഡ്വാൻസിൻ്റെ പ്ലാൻ? പഠിച്ചു തുടങ്ങിയോ അതോ എവിടെ എത്തി? അവിടെ ക്ലാസ് റിസൾട്ട് കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ എക്സാം നിങ്ങൾ മുമ്പേ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങി. പിന്നെ 2 മാസമായിട്ട് മെയിൻസിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. എന്തായാലും എക്സാം വന്നപ്പോൾ ഇനി ധൈര്യപൂർവ്വം നമുക്ക് അഡ്വാൻസിലോട്ട് തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ എന്താണ് രണ്ടാളുടെ ഡ്രീം എന്നുള്ളത്? എവിടെ എങ്ങനെ എത്തണം എന്നുള്ളതാണ്? ബ്രദർ 3rd ഇയർ ആണ്. 4th ഇയർ ആകുമ്പോൾ ബ്രദർ എന്താന്ന് പറഞ്ഞോളൂ. IIT ബോംബെയിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ 4th ഇയർ ആകുമ്പോൾ അത് കയറാൻ പറ്റുമോ എന്നുള്ള ബ്രദറിന്റെ കൂടെ തന്നെ അല്ലേ, ബ്രദറിന്റെ കൂടെ തന്നെ പഠിക്കണം എന്നുള്ളതാണ്. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? ഏത് ബ്രാഞ്ച് എടുക്കണം എന്നാണ് തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പൊ IIT ബോംബെ പോകണം എന്നാണ് ആഗ്രഹം. ഓക്കെ. എന്താണ് റയാന്റെ ബ്രദർ റസീം IIT മദ്രാസ് ഗ്രാജുവേറ്റ് ആണ്, ഞങ്ങളുടെ ജൂനിയർ ആയിരുന്നു. മാത്രമല്ല നമ്മുടെ XNYയുടെ ഒരുപാട് പ്രോഗ്രാംസ്, എസ്പെഷ്യലി കോഡിംഗ് പ്രോഗ്രാംസ് ഒക്കെ ലീഡ് ചെയ്യുന്നത് റസീം ആണ്. അപ്പോൾ എന്താണ് റയാന്റെ ഒരു ആഗ്രഹം? ബ്രദറിന്റെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് IIT മദ്രാസ് തന്നെ പഠിക്കാനാണ് ആഗ്രഹം. ഓക്കെ. അപ്പൊ രണ്ടാളുടെയും ബ്രദേഴ്സ് ആക്ച്വലി IITians ആണ് എന്നുള്ളതും ഇവിടെ ഒരു ഫാക്ടർ അല്ലേ? നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നിടത്ത് ബ്രദേഴ്സ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവര്? ഞാൻ തീരെ പഠിക്കാൻ താല്പര്യമില്ല അങ്ങനെ. പിന്നെ ബ്രദറിന് കിട്ടിയപ്പോൾ നമ്മളെ ആവശ്യമായി മാറിയില്ല. ചെറിയ ആളാവും. അതെ. അപ്പൊ ഞാൻ പഠിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ല, പഠിച്ചാൽ കിട്ടും എന്നുള്ളത് തോന്നി. എന്താണ് റയാന് പറയാനുള്ളത്? എനിക്കും ആദ്യം ബ്രദർ കയറിയപ്പം എനിക്ക് അറിയില്ലായിരുന്നു ഈ IIT സംഭവം എന്താണെന്ന്. പിന്നെ അറിയാൻ തുടങ്ങിയപ്പം പിന്നെ മനസ്സിലായി അത്യാവശ്യം വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ ഇങ്ങനത്തെ JEE എക്സാമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അറിയുന്നത് ക്രാക്ക് ചെയ്യണം. പിന്നെ ഇങ്ങനത്തെ വലിയ ക്യാമ്പസിൽ എത്തിപ്പെടുന്ന വലിയ ഭാഗ്യമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും JEE അഡ്വാൻസ്ഡ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാളുകൾക്കും ഓൾ ദി ബെസ്റ്റ് പറയാണ്. ഏറ്റവും നന്നായിട്ട് ഇനി സെഷൻ 2ഉം JEE അഡ്വാൻസ്ഡും രണ്ടും എഴുതി ഫസ്റ്റ് ചാൻസിൽ തന്നെ IITസിൽ കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ എത്രത്തോളം ഫൗണ്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഇവരുടെ ജേർണി എന്നൊക്കെ നമ്മൾ മനസ്സിലായിട്ടുണ്ടാവും. അവരും ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ കൂടിയാണ് അവർ ഇന്ന് ഈ ഒരു സമയത്ത് റിസൾട്ട് വന്ന് പിറ്റേ ദിവസം തന്നെ അവർ ഇവിടെ എത്തിയിട്ടുള്ളത്. സോ നിങ്ങൾക്കും XNYയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം യൂസ് ചെയ്യാം. ക്ലാസ് 6 മുതൽ 10 വരെ നമ്മൾ ഫൗണ്ടേഷൻ പ്രോഗ്രാം നൽകുന്നുണ്ട്. അതിലോട്ടുള്ള ഫസ്റ്റ് ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ്റെ സമയമാണ്. കൂടുതൽ ഡീറ്റെയിൽസിനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. ആൻഡ് വിഷിംഗ് ദം ഓൾ ദ ബെസ്റ്റ് അഗെയിൻ. And thanks for coming, and again ace the exam well. Okay, thank you.